എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരിക്കൽ കൂടി SJDK വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറേ നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട്, അതുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ഓർത്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് ഒരു വണ്ടിയിൽ ഡ്യൂട്ടി കിട്ടിയത്. വേറെ ഒന്നുമല്ല, നമ്മുടെ വാഴക്കുളത്തുള്ള ഒരു വണ്ടിയാണ്. പൈനാപ്പിൾ ലോഡ് അടിക്കുന്ന വണ്ടിയാണ് വാഴക്കുളത്തേക്ക്. അപ്പോൾ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് വാഴക്കുളം. അപ്പോൾ വാഴക്കുളത്തെ ഒരു വണ്ടിയാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ ലോഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തോട്ടം വലിയ കുഴപ്പമില്ലാത്തൊരു തോട്ടമാണ്. നമുക്ക് വണ്ടി എങ്കിലും ഇറക്കാൻ ഞാൻ ശ്രമിച്ചില്ല. വണ്ടി അവിടെ തന്നെ നമ്മൾ ഇച്ചിരി മാറ്റി പാർക്ക് ചെയ്തേക്കാണ്. അവിടെ കോൺക്രീറ്റ് പാതയാണ്. വെട്ടിക്കഴിഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ലോഡ് അടിച്ചോളും. പക്ഷെ ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് നിരപ്പായിട്ട് തോന്നും, പക്ഷേ സംഭവം ഇച്ചിരി വൈഡായിട്ടൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മുടെ ഭായിമാരൊക്കെ ഉണ്ട്. അവർ താഴെ ചക്ക വെട്ടാൻ പോയേക്കുവാണ്. ചെറിയൊരു തോട്ടമാണ്, അതിൻ്റെ കുറച്ച് കാഴ്ചകൾ. നമ്മൾ ഇടുക്കിയിലേക്കുള്ള ആൾക്കാർക്ക് ഈ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ ആയി തുടങ്ങി. എങ്കിലും ചക്ക വെട്ടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം, എങ്ങനെയാണ് ചക്ക വെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെടിയിൽ എങ്ങനെയാണ് ചക്ക, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്ക ഉണ്ടാക്കണമൊക്കെ കാണിച്ചു തരാം, പഴമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് എല്ലാവരും കാണണം, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, വണ്ടി ഇത് കണ്ടോ, ഇച്ചിരി റിസ്ക് അല്ല എങ്കിലും ഇറക്കണ്ടെന്ന് വെച്ചു. വണ്ടി നല്ല രീതിയിൽ നോക്കുന്ന ടീമിൻ്റെ വണ്ടിയാണ്. കുറച്ചിടേ ഉള്ളൂ, അത് അവർ ഭായിമാർ സെറ്റ് ചെയ്തിട്ടോളാന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. അവർ ചക്ക വെട്ട് തുടങ്ങി. രാവിലെ ആയതുകൊണ്ട് നല്ല മഞ്ഞും, ഈ ഇലക്കോട്ടൊക്കെ നല്ല മഞ്ഞുണ്ട്. നല്ല രസമാണ് സംഭവം കാണാൻ. നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഓടക്കാലി അടുത്തൊരു സ്ഥലത്താണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും പൈനാപ്പിൾ കണ്ട സെറ്റായിട്ട് കാണിച്ചു തരാം. ചെടിയിൽ പൈനാപ്പിൾ നിൽക്കണതാണ്. ഇതിൽ എത്ര പേര് ഈ പൈനാപ്പിൾ ചക്ക വെട്ടാൻ അറിയുന്ന ആൾക്കാരുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. തോട്ടമൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറേയൊക്കെ കാട് കയറി പിടിച്ച് കിടക്കുകയാണ്. അത് അവരെ കത്തി കൊണ്ട് വെട്ടി തെളിക്കുകയും, ചക്ക വെട്ടുന്ന കത്തി എന്ന് വെച്ചാൽ ഒരു വലിയ കത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വെട്ടി തെളിച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി ചടങ്ങായിരിക്കും. കാണാമെന്നറിയാം. ഇവിടെ നോക്കിയപ്പോൾ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് പഴുത്ത ചക്ക കിടക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കയറിയാണ്. കാട് പിടിച്ച് കിടക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തോടൊക്കെ ഉണ്ട് കേട്ടോ, ചക്ക ഉണ്ട്. നമ്മളിവിടെ കൊണ്ടുവന്ന് രാവിലെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഒരുവിധം എത്തിയതാണ്. നമ്മുടെ ഇരിക്കാണ്ട് അവിടെ കോൺടാക്ട് നമ്പർ കിട്ടി. അങ്ങനെ ഇവിടെ എത്തി നിൽക്കുകയാണ്. അവർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെട്ടി ഇവിടുന്ന് കയറി പോകണം. നല്ല കൊതുകാണ്. രാവിലെ ആയതുകൊണ്ട് നല്ല രസമാട്ടോ സംഭവമൊക്കെ. നല്ല അടിപൊളിയാണ്. നല്ലൊരു മഞ്ഞും ചെറിയ ഇളം വെയിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നതാണ്. വീട് അത് പൊളിച്ചതാണോ ഏത് സ്ഥലം വിറ്റ് പോയതാണോ എന്നറിയില്ല. ഒരു വീട് പൊളിഞ്ഞ് കിടക്കുന്നൊരു വീടുണ്ട്. നല്ല ഫ്രഷ് പൈനാപ്പിൾ കണ്ട. ഏറ്റവും നല്ല ഫ്രഷ് പൈനാപ്പിൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് വാഴക്കുളം.
നമ്മുടെ ഭായിമാർ ചക്ക വെട്ടി ഇടുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ അന്യസംസ്ഥാന തൊഴിലാളി നമ്മുടെ ഭായിമാർ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ചുറ്റിപ്പോവും. നാട്ടുകാരെല്ലാം പണിയെടുക്കാൻ മടിയുള്ളവരാണ്. കാര്യം പറഞ്ഞാൽ പറയും, എല്ലാവരും പറയും ഭായിമാർ വന്നുകൊണ്ടും തൊഴിലുറപ്പ് തുടങ്ങിയതുകൊണ്ട് പണി കുറവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ഇവരില്ലെങ്കിൽ ഇങ്ങനെയുള്ള പണികൾ, അതായത് ഇതൊക്കെ ചെറിയ പണികളാണ്. നമ്മുടെ കൊച്ചിയിലൊക്കെ കൊച്ചി മെട്രോയുടെ പണി അങ്ങനെയൊക്കെയുള്ള എല്ലാ മലയാളികളെല്ലാം അതിൽ പണിയെടുത്തിട്ടുള്ളത്. അതുപോലെയുള്ള വെയിലത്ത് ഭായിമാരാണ് അതൊക്കെ ചെയ്യണ കണ്ടത്. നമ്മുടെ വെണ്ടുരുത്തി പാലം, അങ്ങനെ വലിയ വലിയ പാലങ്ങൾ, കൊച്ചിയിലെ ഉള്ള പാലങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ വർക്ക് ചെയ്ത ആൾക്കാർ എന്നെ പറഞ്ഞാലും ഭായിമാരൊക്കെയാണ്. ഇവരിപ്പോൾ ചക്കവെട്ടിന് എനിക്കൊന്ന് 1000 രൂപ കൂലി ഉണ്ടെന്നാണ് തോന്നുന്നത്, അങ്ങനെയാണ് പറയണത് കേട്ടോ. 1000 രൂപയും പിന്നെ 5 മണി കഴിഞ്ഞാൽ അവർക്ക് ഓവർ ടൈമിൻ്റെ പൈസ എക്സ്ട്രാ കൊടുക്കും. അതിനുള്ള പണിയുണ്ട്. അവർ ഇതൊക്കെ വെട്ടി ചുമന്ന് ഇപ്പോൾ അകലെയാണ് വണ്ടി, ഇവിടെ ഇത്ര അടുത്താണ്, പക്ഷെ ചില തോട്ടത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി അകലെ അയക്കും. അപ്പോൾ അവിടം വരെ ഈ കൊട്ടയിൽ ചുമന്നുകൊണ്ട് വരണ്ടേ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും 1000 രൂപ പണിക്കൂലി കൊടുക്കേണ്ട. അത് കഴിഞ്ഞിട്ട് 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ കൊടുക്കുന്നുണ്ടെന്നാണ് പറയണത് കേട്ടെ. എന്തായാലും അവരുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും അവർ ചക്ക വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോയും കൂടെ എടുക്കാം.